ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കൂരിയാടാണ്. കൂരിയാട് കൊളപ്പുറം പാടത്താണ് വന്നിട്ടുള്ളത്. ഈ പാടത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ നിന്നുള്ള കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം. അതിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇവിടുന്ന് നമ്മൾ കൊളപ്പുറം ഭാഗം വരെ പോവുകയാണ്. ഈ പാടത്തുള്ള വർക്കുകൾ എന്തൊക്കെയാണെന്ന് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഈ ഭാഗത്താണ് അവസാനിപ്പിച്ച് അതിൻ്റെ ശേഷമുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. തുടർന്ന് നമ്മൾ കൊളപ്പുറം ഭാഗം വരെയാണ് പോകുന്നത്. ഇവിടെ നമുക്ക് വർക്കിൻ്റെ ആവശ്യത്തിനുള്ള കട്ടകളൊക്കെ അവിടെ കൊടുന്ന് റെഡിയാക്കിയിട്ട് വെച്ച് കാണാം. ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ നമ്മൾ കാണിച്ചു വെന്നിയൂർ ഭാഗം പൂക്കിപ്പറമ്പ് ഭാഗം വരെ. ഇനി നമ്മൾ കൊളപ്പുറത്തേക്ക് പോവുകയാണ്. പാടത്തൊക്കെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. നമ്മളൊരു 20 ദിവസം ായി ആ ഭാഗത്തൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ശേഷമുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളോടൊക്കെ ഒരു വലിയ താങ്ക്സ് പറയണേ. കൂരിയാടുള്ള അണ്ടർപാസിൻ്റെ മുകളിലാണ് ഇവിടെ നിന്നുള്ള കാഴ്ചയാണിത്. ഇവിടെ വാഹനങ്ങളൊക്കെ വളരെ സ്ലോവിലിങ്ങനെ വരുന്ന ഒരു കാഴ്ചയാണ്. ഈ പാടത്തുള്ള റോഡ് വർക്ക് കഴിഞ്ഞാലാണ് ഈ ബ്ലോക്കൊക്കെ ഒഴിവാവുക. അപ്പോൾ എന്താ പറഞ്ഞാൽ വലിയൊരു താങ്ക്സ്. ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തുടർന്നും അതുപോലെ കമൻറ്റും ലൈക്കൊക്കെ തരിക. അഭിപ്രായങ്ങൾ ഒരുപാട് പേര് കമൻറ്റിലൂടെ അറിയിക്കുന്നുണ്ട്. വീഡിയോനെ പറ്റിയും അതുപോലെ പല അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുന്നുണ്ട്. അപ്പോൾ തുടർന്നും നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. ഇതാണ് ഇപ്പോൾ ഒറ്റ ലൈനായിട്ട് ആണ് വാഹനങ്ങൾ ഇങ്ങനെ വരുന്നത് കാണാം. നമുക്ക് ഒരുപാട് പേര് ഈ റോഡിൻ്റെ വീഡിയോ എടുക്കാൻ പോയപ്പോഴും റോഡിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ അഭിപ്രായപ്പെടുന്ന ഒരൊറ്റ കാര്യമാണ് നമ്മുടെ സർവീസ് റോഡ് വീതിയില്ലയെന്ന്. അതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ റോഡ് തുടങ്ങുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ബഹളമൊക്കെ ഉണ്ടാക്കി ഒരു പ്രശ്നമൊക്കെ ആക്കിയത് റോഡ് വീതി കൂടുതൽ വേണ്ടാന്ന്. ഇപ്പോൾ റോഡിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയ സമയത്താണ് ആളുകൾ വീണ്ടും പറയാൻ തുടങ്ങിയിട്ടുണ്ട് സർവീസ് റോഡ് ഇപ്പോൾ വീതി കുറവാണെന്ന്. ഒരുപാട് ആളുകൾ അഭിപ്രായങ്ങൾ പറയുന്നു കേട്ടു. അപ്പോൾ അന്ന് സർക്കാർ ഏറ്റവും ആദ്യം 60 മീറ്റർ ആയിരുന്നു റോഡിൻ്റെ വീതി പറഞ്ഞിരുന്നത്. പിന്നെ ആളുകൾ അത് 45 മീറ്ററിലേക്ക് മാറ്റണം എന്നുള്ള സമരമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ശേഷമാണ് 45 മീറ്ററിലേക്ക് മാറ്റിയത്. ഇപ്പോൾ ഹൈവേ പുതുതായി വന്ന് ഹൈവേയിലൂടെ വാഹനങ്ങൾ പല ഭാഗത്തും ഓടി തുടങ്ങിയപ്പോൾ ആളുകൾക്ക് മനസ്സിലായി റോഡിൻ്റെ വീതിൻ്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ സർവീസ് റോഡിലൂടെയൊക്കെ വാഹനങ്ങൾ പോകുന്നത് നമുക്ക് കാണാം. ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലൊക്കെ ചെറിയ ഒരു ബ്ലോക്ക് ഉണ്ടായാൽ പോലും കൂടുതൽ സമയം വാഹനങ്ങൾ ബ്ലോക്കിൽ പെട്ട് കിടക്കുന്നത് കാണാം. അപ്പോൾ ഹൈവേ വർക്ക് കഴിഞ്ഞാലും കുറച്ച് കാലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സർവീസ് റോഡിൻ്റെ വാഹനങ്ങൾ കൂടുതലായി തോന്നും നമുക്ക്. അപ്പോൾ 2 ലൈനൊക്കെ ഉള്ള ഒരു സർവീസ് റോഡാണെങ്കിൽ കൂടുതൽ വാഹനങ്ങൾ ഉൾക്കൊണ്ടിരുന്ന്. ഏതായാലും നമ്മൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാണിച്ചിരുന്നു. അതിന് ശേഷമൊക്കെ ഇപ്പോഴും കൂടുതൽ മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ പോയി നോക്കാം. ഈ ഭാഗത്ത് ഇനി നമുക്ക് പാലവും റോഡും കൂടെ തമ്മിൽ ജോയിൻറ്റിങ്ങിൻ്റെ വർക്കൊക്കെ നടക്കേണ്ടതുണ്ട്. അത് ചെയ്തിട്ടില്ല. ഇനി അങ്ങോട്ട് ഒരുപാട് വർക്കുകളുണ്ട്. അതുപോലെ ഇവിടെ ക്രാഷ് ബാരിയർ വെച്ചിട്ടില്ല, അതിൻ്റെ വർക്കൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം.
പാടത്തിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഈ സെൻറ്റർ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു തോടിൻ്റെ പുറകെ ഒരു പാലം വന്നിട്ടുണ്ട്. ആ പാലത്തിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്. ഇതാണ് നമ്മുടെ സർവീസ് റോഡിൽ കൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത്. ഇവിടെ നമുക്ക് കാണാം, ഇത് ഭയങ്കര ഹൈറ്റിലാണ് കാണുന്നത്. ഇത്രയും ഹൈറ്റിലേക്ക് ഇനി മണ്ണിട്ട് പൊക്കാനുള്ളതാണ്. അതുപോലെ നേരത്തെ നമ്മൾ നിന്ന ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഈ പാലത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് ഹൈറ്റിലേക്ക് മണ്ണിട്ട് കൊണ്ടുവരാനുള്ള അതിൻ്റെ വർക്കൊക്കെ ഇവിടെ ചെറിയ തോതിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ആ ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ കട്ട വെച്ചുള്ള വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്, ഇവിടേക്ക് ഇതിൻ്റെ അടുത്തേക്കൊന്നും കട്ട വെച്ചുള്ള ഒന്നും ചെയ്തിട്ടില്ല. അവിടെയൊക്കെ മുന്നോട്ട് ഭാഗത്തൊക്കെ ഇപ്പോൾ കട്ട വെച്ചുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം. പാലം വളരെ ഹൈറ്റിലായി തോന്നുന്നുണ്ട്. സർവീസ് റോഡ് താഴെ ആയതുകൊണ്ടായിരിക്കാം. ഇതാണ് തോട്ടിലൊക്കെ ഫുൾ വെള്ളം നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു 3 ലെയർ പോലെ ആണ് ഇവിടെ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ വേറെ ഒരു തോടിൻ്റെ ഭാഗമുണ്ട് ഇവിടെ, പിന്നെ ഒന്ന് ഇവിടെ ഉണ്ട്. ഇതാണ് 3 പാലം പോലെയാണ് ഇവിടെ തോടിൻ്റെ മുകളിലൂടെ പോകുന്നത്. ഇതാണ് ഇവിടെ കട്ട വെച്ചുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ വർക്കേഴ്സൊക്കെ ഇവിടെ ഉണ്ട്. വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഒരുപാട് ഹൈറ്റിലേക്ക് ഇത് പൊങ്ങി പോകാനുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു 1 2 3 4 ഒരു 8 വരിയോളൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരുപാട് ഹൈറ്റിലേക്ക് വർക്ക് നടക്കാനുണ്ട്. അത് കട്ട വെച്ചുള്ള വർക്കിൻ്റെ കൂടെ മെറ്റൽ ഇടുന്നുണ്ട്. അതൊക്കെ ഇവിടെയൊക്കെ എല്ലാം റെഡി ആയിട്ട് നടക്കുന്നുണ്ട്. വളരെ വേഗത്തിൽ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം ആ ഭാഗത്തൊക്കെ എന്തൊക്കെയാണ് വർക്കുകൾ. അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ വരുന്ന വഴിയിൽ കണ്ടോന്നറിയില്ല, ഒരു പാലം കൂടെ കടന്നു പോയിരുന്നു നമ്മൾ. അപ്പോൾ അവിടെ വേറൊരു തോടിൻ്റെ കുറുകെ ഒരു പാലം കൂടെ വന്നിട്ടുണ്ട്. ആ പാലം വേറൊരു ഡിസൈനിലാണ്, പക്ഷേ അവിടെയൊക്കെ വർക്ക് കംപ്ലീറ്റ് ആണ്. അതൊക്കെ നമ്മൾ കാണിച്ചതാണ്. അപ്പോൾ അവിടുത്തെ ഒന്നുകൂടെ പറഞ്ഞു എന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മണ്ണ് ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയത് നമുക്ക് കാണാം. ആ സൈഡിലൊക്കെ കട്ട വെച്ചുള്ള വർക്ക് ഏകദേശം ഇപ്പോൾ ആ വാളിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. അതുപോലെ ഇവിടെയും വലിയ കുന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് മണ്ണ്. അപ്പോൾ ഇവിടെയാണ് ഈ ഹൈറ്റിലേക്കാണ് ഇനി ലെവൽ ചെയ്ത് കൊണ്ടുവരാണ്ട്. ഇതാണ് നമ്മുടെ ഡ്രെയിനേജിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ മണ്ണ് ലെവൽ ചെയ്ത് ഇനി ഒന്ന് ഫില്ലാക്കാനുള്ളൂ, ഒന്ന് ക്ലിയർ ചെയ്യാനുള്ളൂ. ബാക്കിയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുള്ളൂ. ആ ഭാഗത്ത് നമുക്ക് കാണാം, അവിടെയൊക്കെ നല്ല രീതിയിൽ അമർത്തി വെച്ച് കാണാം. ഇവിടെ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് കാണാം. ഇതാണ് ഹൈറ്റ്, മണ്ണ് നിറച്ചുകൊണ്ടിരിക്കേണ്ട ഹൈറ്റ്. ഇതാണ് മുന്നിലുള്ള പാലം നമുക്ക് കാണാം. ഇവിടെ ഒരു മെഷീനുണ്ട്, അതുകൊണ്ട് മണ്ണ് നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഡ്രോണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വരാനും വേണം. അപ്പോൾ ഇറങ്ങി വന്നിട്ടുള്ള കാഴ്ചകൾ കാണണമെങ്കിൽ ഇങ്ങനെ തന്നെ വരാനേ വേണ്ടേ. അപ്പോൾ ഇതാണ് ഇവിടെ മണ്ണ് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു മെഷീന്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ട് കാണുക. അത് വളരെ വലിയ സപ്പോർട്ടായിരിക്കും. ലൈക്ക് ചെയ്യുക. അപ്പോൾ
റോഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും എൻ്റെ വീഡിയോയിലുള്ള കംപ്ലൈൻറ്റുകളും ഒക്കെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വളരെ എനിക്കൊരു പോസിറ്റീവായ ഒരു എനർജി കിട്ടും. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് വീഡിയോയിൽ മാറ്റം വരുത്താനുള്ളത് നിങ്ങൾ പറഞ്ഞു തന്നാൽ അതുപോലെ ചെയ്യാം. അതുപോലെ റോഡിൽ ഇനി എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് കാണാം എല്ലാവരും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ വീഡിയോ എടുക്കാൻ ഇങ്ങനെ പോവാനൊക്കെ ഒരു കഴിയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാന്ന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ആദ്യമായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ പാടത്ത് വരുന്ന മറ്റൊരു പാലം, ഒരു തോടിൻ്റെ കുറുകെ വരുന്ന പാലം. ഇതിൻ്റെ അടുത്തൊക്കെ ഇവിടേക്കുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ സൈഡിൽ കുറച്ച് ഭാഗത്താണ് കട്ട വെച്ചുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അതുപോലെ അവിടെ നമ്മുടെ കോൺക്രീറ്റ് വാൾ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നൊക്കെയുള്ള വർക്കുകളൊക്കെയാണ് ചെയ്യാനുള്ളത്. ഇതാണ് പാലത്തിൻ്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഇതാണ് സെൻറ്ററിൽ ക്രാഷ് ബാരിയറിനുള്ള കമ്പികളൊക്കെ വെച്ചിട്ടുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് കാണാം സെൻറ്റർ ഭാഗത്ത് ഇപ്പോൾ മണ്ണ് അമർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെയിലുകൊണ്ട് നിങ്ങൾക്ക് കാണുമെന്നറിയില്ല, ആ ഭാഗത്തൊക്കെ ഒരുപാട് ക്രാഷ് ബാരിയർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതാണ് ആ പാലത്തിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റാത്തതുകൊണ്ടാട്ടോ പോവാൻ. അപ്പോൾ അത് നല്ല ഹൈറ്റിലായതുകൊണ്ട് ഇവിടെയൊക്കെ ഏകദേശമൊക്കെ വർക്ക് ആയിട്ടുണ്ട്. ഇതാണ് നമുക്ക് കാണാൻ പറ്റും. കുറേ ഹൈറ്റിലേക്കൊക്കെ മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടെ മണ്ണ് അമർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കട്ട വെച്ചുള്ള വർക്ക് നടക്കുന്നുണ്ട്. എല്ലാം വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ഭാഗത്തും KNRCL എല്ലാ കമ്പനികളും വളരെ വേഗത്തിലാണ് ഇപ്പോൾ വർക്കുകൾ നടത്തുന്നത്. സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നുണ്ട് രണ്ട് സൈഡിലൂടെയും. നല്ല അടിപൊളിയായിട്ട് നമ്മളെ കൂരിയാട് പാടം പച്ച വിരിച്ചിങ്ങനെ നിൽക്കുന്ന കാണാം. നല്ല എല്ലാ ഭാഗത്തും നെല്ലുണ്ട്, നെൽകൃഷി. ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ. ഇനി മുന്നോട്ട് പോയി നോക്കാം. കുളപ്പുറം ഭാഗത്തേക്കൊക്കെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വേറെ വീഡിയോയിലും എൻ്റെ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് ഭാഗത്ത് വർക്ക് കംപ്ലീറ്റ് ആയ കാഴ്ചകൾ അതിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോകൾ ഇതിൻ്റെ മുന്നേ ഉള്ള ഭാഗങ്ങളിലൊക്കെ പോയിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ള വർക്ക് കാഴ്ചകൾ, മാറ്റങ്ങളൊക്കെ. ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കട്ട വെച്ചുള്ള വർക്ക് നടക്കുന്നത്. ആ ഭാഗത്ത് നല്ല മണ്ണൊക്കെ ഫില്ല് ചെയ്തുകൊണ്ട് വർക്ക് നടക്കുന്നുണ്ട്. ഇതൊരു ചെറിയ വീഡിയോ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോയും കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയൊക്കെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. മുകളിൽ നിന്ന് നോക്കിയപ്പോൾ സമയത്ത് ഞങ്ങളോട് പറഞ്ഞു ഇത് ഡ്രെയിനേജ് ആണെന്ന്. ഡ്രെയിനേജ് അല്ല, സോറി, ഇതിൻ്റെ ഫൗണ്ടേഷനാണ്. ഈ ഹൈറ്റിലേക്കാണ് മണ്ണ് ഫില്ല് ചെയ്ത് വരാണ്ട്. നമുക്ക് കാണാം ഇവിടെ ഒരു ലൈറ്റിനോ അതോ ബോർഡിനോ എന്തോ ഉള്ളൊരു ഭാഗം നമുക്ക് കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് വെച്ച് കാണാം. ഈ ഹൈറ്റിലേക്കാണ് ഇനി മണ്ണ് നിറക്കേണ്ടതുള്ളത്.